ഖലീഫ കണ്ടു. ഇറ്റ്സ് എ സോളിഡ് പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക്. ഒരു പക്ക കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ട എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ള ഒരു പടമാണ്. ഇറ്റ്സ് സോ സ്റ്റൈലിഷ്, നല്ല എൻഗേജിങ് ആണ്, നല്ല അടിപൊളി, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ട്. കുറച്ച് നല്ല ഐക്കോണിക് ക്യാമിയോസ് ഒക്കെ വെച്ചിട്ട് പ്രോപ്പർലി നല്ലൊരു ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് എങ്ങനെയായിരിക്കണം അതേപോലെയാണ് ഈ ഒരു പടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൽ വലിയ പുതുമയുള്ള കഥയോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ ഈ സ്വർണ്ണക്കടത്തും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ഇവിടെ. എവിടെ നമുക്ക് ബോറടിക്കുകയോ ലാഗ് അടിക്കുകയോ ഒന്നുമില്ല. അത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. സ്റ്റോറി ലൈൻ കുറച്ച് ലിനിയർ ആണ്. ഇങ്ങനെയാണ് പോവുക, എങ്ങനെയാണ് തുടങ്ങുക എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ നമ്മൾ വെറുപ്പിക്കലൊന്നുമില്ല. നമുക്ക് അനാവശ്യം നമുക്ക് ചില സീനുകളൊക്കെ വരുമ്പോൾ തന്നെ ഇത് നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹിച്ചിരുന്ന് കാണേണ്ട സിറ്റുവേഷൻ ഒന്നും പടത്തിലില്ല. അതൊക്കെ നല്ല പ്രോപ്പർലി സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്യായമായിട്ടുള്ള സ്ക്രീൻ പ്ലേ അങ്ങനെയൊന്നുമില്ല. ഇതിൽ പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേ ഒന്നും ചെയ്യാനില്ല. മേക്കിങ്ങിലാണ് ഇത് നല്ല ഗംഭീരമായിട്ട് പിടിച്ചിട്ടുള്ളത്. എനിക്ക് ആ ഒരു സ്റ്റൈലിഷ് നേച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫിയും പൃഥ്വിരാജിൻ്റെ ആളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വിധമൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ്. നല്ല നല്ല രസമായിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേജിങ് ഒക്കെയാണ് പടത്തിൽ ഫുൾ ആൻഡ് ഫുൾ പിടിച്ചിട്ടുള്ളത്. ഈവൻ ഇതിൽ ക്യാമിയോ ഉണ്ട് നമുക്കറിയാം. ക്യാമിയോ എന്നല്ല, നമ്മുടെ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് സ്പോയിലർ ആണോ എന്ന് എനിക്കറിയില്ല. അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അറിയുന്നൊരു സാധനം തന്നെയാണ്. പക്ഷേ ആളെ അടക്കം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി പടത്തിൽ. ഒരു ക്യാരക്ടറായിട്ട് തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് മൂപ്പർ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ അവസാനം വെറുതെ ഒരു ക്യാമിയോ വന്നു, ഒരു സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമല്ല. ഈവൻ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പോലും ഈ പടത്തിൽ ടീസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഈ റീസെൻ്റ്ലി ഇറങ്ങുന്ന മറ്റ് നമുക്ക് കണ്ടു മടുത്ത സാധനങ്ങളല്ലാതെ നമ്മളിങ്ങനെ വെറുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ പടത്തിലില്ല. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ പേഴ്സണലി എനിക്കിഷ്ടമായി. കാരണം ഈ സിനിമ അതിൻ്റെ പർപ്പസ് സർവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതൊരു ഒരു ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ഫ്രണ്ട്സിനായിട്ട് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയ രീതിയിൽ ഒരു ഫെസ്റ്റിവൽ റിലീസ് എന്ന പോലെ, ഇപ്പോൾ ഓണത്തിനൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരച്ച് കയറണം ആ രീതിക്കുള്ളൊരു പടമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേജിങ്ങും വെച്ചിട്ടുള്ളൊരു പടം തന്നെയാണ്. ഇതിൽ ആക്ഷൻ ബ്ലോക്കുകൾ ലിമിറ്റഡ് ആണെങ്കിലും ഇതിൽ ചറപറ ആക്ഷനൊന്നുമല്ല. നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ മാർക്കോ പോലുള്ളൊരു ഫുൾ ഓൺ ഫുൾ ആക്ഷൻ പടമല്ല അത്. പക്ഷേ ഇതിൽ ആക്ഷനെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഈ അടുത്തുനിന്നല്ല, എനിക്ക് ടൈസൺ എന്നോ അങ്ങനത്തെ ഒരു പടം ഞാൻ കേട്ടു. ഞാൻ അത് ഡ്രോപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു ഫുൾ ഓൺ ഫുൾ ഒരു ബോക്സിംഗ് പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായാലും ചെയ്യണം. ഈ പടം കണ്ടപ്പോൾ എനിക്കത് തോന്നി. കാരണം ഇതിൽ ഈ ഒരു ക്യാരക്ടറിന് കുറച്ച് ബോക്സിങ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് കുറച്ച് വശമുണ്ടെന്നുള്ളത് ഇനീഷ്യലി ചില പാട്ട് സീനിലൊക്കെ ഇങ്ങനെ ടീസ് ചെയ്ത് പോയിട്ട് ഈ ക്യാരക്ടറിനെ സെറ്റ് ചെയ്തിട്ടാണ്, ഡിഫൈൻ ചെയ്തിട്ടാണ് ഈ ആക്ഷൻ ബ്ലോക്കുകൾ വരുന്നത്. സോ ആക്ഷൻ അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. ഓരോ പഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൃഥ്വിരാജ് നല്ല അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ആക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഓരോ പഞ്ചിലും ഓരോ കിക്കിലും ഓരോ പഞ്ചിലും ആ സാധനം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ആക്ഷൻസ് നല്ല ട്രെയിൻ ചെയ്തിട്ട് നല്ല പ്രോപ്പർലി ഒരു ബോക്സർ എങ്ങനെ ആയിരിക്കും ആ രീതിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇത് പറയുമ്പോൾ ഫുൾ ഓൺ ഫുൾ ആക്ഷൻ അല്ലെങ്കിലും ഈ പടത്തിൽ വരുന്ന വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്ത് വയ്ക്കുന്നവർക്ക് പറ്റിയിട്ടുണ്ട്. സോ എനിക്കിതിലെ ആക്ഷനും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ വരുന്ന സമയത്ത് കൊടുക്കുന്ന സ്കോറുകളൊക്കെ അടിപൊളിയാണ്. സോ ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന, വിശ്വസിച്ച് കയറാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഒരു ലാഗടിയും ബോറടിയൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. പോരാതെ എനിക്ക് ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനൊരു ഇപ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ വരും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ റീസെൻ്റ്ലി മറ്റിറങ്ങിയ എത്ര ലാലേട്ടൻ ക്യാമിയോസ് നമ്മൾ ഈ അടുത്ത് പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ അടുത്ത് വന്നതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലാണ്. നന്നായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി ഒരു സെക്കൻഡ് തേർഡ് അങ്ങനെ പോകാതെ ഈ ഒരു പടത്തിന് വേണ്ടി അവർ ക്യാരക്ടർ പ്രോപ്പർലി കൊണ്ടുവച്ച് വേറെയും കുറേ ക്യാമിയോസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാം തന്നെ ഈ പടത്തിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. അതാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് മറ്റു ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീക്വൽ വരും അതിലേക്ക് നമ്മൾ അങ്ങനത്തെ ഒന്നുമല്ല. ആ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സ്റ്റേ ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ലാലേട്ടൻ പ്രതീക്ഷിച്ചൊന്നും കാണരുത്. ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതും നല്ല ഈ ഒരു പടം ഷോൾഡർ ചെയ്ത് പോകുന്നത് ഒരു പൃഥ്വിരാജ് പടമാണ്. പ്രോപ്പർ ആക്ഷൻ മാസ് ഫ്ലിക്കാണ്. പ്രഡിക്റ്റബിൾ ആണെങ്കിലും നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ലൈനും കൊണ്ട് 2-2.5 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി ഡിമാൻഡ് ചെയ്യുന്നൊരു പടമാണ്. ഡോൾബി അറ്റ്മോസിലൊക്കെ നല്ല പൊളിയായിരുന്നു കേൾക്കാനൊക്കെ. സോ ഫെസ്റ്റിവൽ റിലീസ് എന്ന രീതിക്ക് ഇനിയിപ്പോൾ നാളത്തെ പടം എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഖലീഫയാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് 3 പടങ്ങളായിരുന്നു, ഐ എം ഗെയിമും ബത്ലഹേമും കുടുംബജീവനും. സോ ഐ തിങ്ക് സെപ്പറേറ്റ്ലി എൻ്റയർലി വേറെ ജേണേഴ്സ് ആയിരുന്നു ഈ പടങ്ങൾ. ഇതിൽ ഐ എം ഗെയിം ഇല്ല. ഇതിപ്പോൾ ഒരു പ്രോപ്പർ മാസ് ആക്ഷൻ ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് എൻ്റെ അഭിപ്രായം. സോ കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.